നമസ്കാരം. പുരോഗമന ചിന്തയുള്ള ഒരു മതപുരോഹിതൻ സംസ്ഥാന സർക്കാരിനെയും പാർട്ടിയെയും വിമർശിച്ച് നടത്തിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനോട് പോലും അസഹിഷ്ണുവാവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. താൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് ഗീവർഗീസ് മാർ കൂർലോസും പറയുന്നു. തെരഞ്ഞെടുപ്പ് പരാജയം മുന്നറിയിപ്പാണെന്നും തിരുത്തുമെന്നും പറയുന്ന പാർട്ടിക്ക് അതിന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തെ തിരുത്താൻ കഴിയും. സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളൊപ്പം അതിഥികളായി CPM വക്താവ് ഡോക്ടർ ഷിജു ഖാൻ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകുടി എന്നിവർ. ആദ്യം ആനന്ദ് കൊച്ചുകുടി. ആനന്ദ്, ഈ യാക്കോബായ സഭ കഴിഞ്ഞ കുറേ വർഷങ്ങളായി CPM-നോടും LDF സർക്കാരിനോടും ചേർന്ന് നിൽക്കുന്നൊരു സഭയാണ്. അങ്ങനെ ചേർന്ന് നിൽക്കുന്നതിന് പിന്നിൽ അവർക്ക് അവരുടേതായ ചില കാരണങ്ങളുണ്ട്. അവർ വല്ലാത്തൊരു പ്രതിസന്ധി നേരിടുന്ന ഒരു ക്രൈസ്തവ സഭയാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഇപ്പോൾ ഇങ്ങനെയൊരു സ്പാറ്റ് മുഖ്യമന്ത്രിയും ഗീവർഗീസ് മാർ കൂർലോസും തമ്മിൽ ഉണ്ടായിട്ട് പോലും ആ സഭ സർക്കാരിനൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത്. ഗീവർഗീസ് മാർ കൂർലോസ് ആകട്ടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന പാരമ്പര്യം ഒരു മതപുരോഹിതൻ എന്ന അർത്ഥത്തിലല്ല, ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് എന്ന അർത്ഥത്തിൽ കൂടിയാണ്. ഒരു ഇടത് കാഴ്ചപ്പാടുള്ള ഒരു പുരോഹിതൻ കൂടിയാണ് അദ്ദേഹം. എന്തുകൊണ്ടാകും ഇങ്ങനെയൊരു അസ്വാരസ്യം ഉണ്ടായതായി നിങ്ങൾക്ക് തോന്നുന്നത്? അല്ല, അത് അജിംസ്, നമുക്കറിയാമല്ലോ, ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ, പ്രത്യേകിച്ചും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തൊക്കെ ഇവിടെയുള്ള സാംസ്കാരിക നായകരും ഇടതുപക്ഷ അനുഭാവികളായ ഒത്തിരി പേര് ഈ സർക്കാരിനെ വളരെ ശ്ലാഘിച്ചുകൊണ്ടും പിന്തുണച്ചുകൊണ്ടും ഒക്കെ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒരു കാലം ഇപ്പോൾ 3 വർഷം പൂർത്തിയായല്ലോ. ഈ 3 വർഷത്തിൽ സർക്കാരിന് കാര്യമായിട്ട് നന്നായി പ്രവർത്തിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, സർക്കാരിന് പെൻഷൻ കൊടുക്കുന്നത് പോലും 1600 രൂപ പെൻഷൻ കൊടുക്കുന്നത് പോലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഇവിടെ സാമ്പത്തിക ഞെരുക്കം, അത് എല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ തലയ്ക്ക് വെക്കാൻ നോക്കുന്ന ആ ഒരു കാര്യത്തെ പോലും ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ധൂർത്ത് നടക്കുന്നു, ഇവിടെ കൃത്യമായ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ പറ്റുന്നില്ല. ഇതിനെല്ലാം ഉപരിയായിട്ട് ഈ നവകേരള സദസ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു മാമാങ്കം നടത്തുന്നു. അതിൻ്റെ ഇടയ്ക്ക് സാധാരണ പൗരന്മാരെയും ഇവിടെ പ്രതിപക്ഷ കക്ഷികളുടെ യുവജന പ്രസ്ഥാനങ്ങളിലെ അംഗങ്ങളെയൊക്കെ തല്ലിച്ചതയ്ക്കുന്നു. മൊത്തത്തിലൊരു ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും ഒക്കെ മുഖമുദ്രയാക്കിയ ഒരു സർക്കാർ എന്ന രീതിയിൽ രണ്ടാം പിണറായി സർക്കാർ മാറുന്നു. അപ്പോൾ പിന്നെ അതുകൂടാതെ ഇവിടെ മന്ത്രിമാരുടെയൊക്കെ കാര്യമെടുത്താൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കുറച്ചൊക്കെ നല്ല പേരെടുത്ത മന്ത്രിമാരുണ്ടായിരുന്നു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അതുപോലുമില്ല. പിന്നെ ഇവിടെ ഭരണത്തിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ ഈ പറയുന്ന, അതായത് ഇപ്പോൾ ഇവിടെ പ്രോഗ്രസ് റിപ്പോർട്ട് 3 വർഷത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഇത്രയും ലൈഫ് പദ്ധതിയിൽ ഇത്രയും വീടുകൾ നിർമ്മിച്ച് നൽകി, ഇത് എല്ലാ സർക്കാരുകളും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഒരു ഒന്നാം പിണറായി സർക്കാരിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെയുള്ള CPM അനുഭാവികളായിട്ടുള്ള സാംസ്കാരിക നായകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സർക്കാരിൽ വളരെ നിരാശരാണ്. അവർ നിരാശരാണെന്ന് മാത്രമല്ല, പൊതുജന വികാരം സർക്കാരിനെതിരാണ് എന്നുള്ള വസ്തുത എല്ലാവർക്കും അറിയാം. പക്ഷേ അത് തുറന്നു പറയാൻ പോലും അവർക്കുള്ള ഒരു പരിമിതി അവർ മനസ്സിലാക്കുന്നു. കാരണം ഇതിൽ പല സാംസ്കാരിക നായകരും, ഞാൻ ഈ കൂർലോസ് തിരുമേനിയല്ല ഉദ്ദേശിക്കുന്നത്, പലരും സർക്കാരിൻ്റെ പല രീതിയിലുള്ള കാര്യങ്ങൾ, അവർക്ക് സർക്കാരിൻ്റെ അനുഭാവപൂർണമായിട്ടുള്ള പല സമീപനങ്ങളോ അല്ലെങ്കിൽ പല അതുപോലെയുള്ള കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ആൾക്കാരൊക്കെ ആയതുകൊണ്ട് അവർ മിണ്ടാതിരിക്കുന്നു. എന്നാൽ കൂർലോസ് തിരുമേനി അദ്ദേഹം ഒരു പുരോഹിതനാണ്. അദ്ദേഹം നീതിബോധമുള്ള ആളാണ്. അദ്ദേഹം ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് മനസാക്ഷി അദ്ദേഹത്തോട് പറഞ്ഞു കാണും. അദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നു. അപ്പോൾ അദ്ദേഹം പോലും പ്രതീക്ഷിച്ച് കാണില്ല. കാരണം അദ്ദേഹം വിചാരിക്കുന്നത്, ഞാൻ ഇത്രയും കാലം ഒരു ഇടതുപക്ഷ സഹയാത്രികരായിട്ട് ഈ സർക്കാരിനെ കൂടെ അനുമോദിച്ചു കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പറയുന്ന ഈ ഒരു വിമർശനത്തെ അത് ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന രീതിയിൽ ഈ സർക്കാർ എടുക്കും എന്നാണ് അദ്ദേഹം കരുതിയത്. പക്ഷേ അദ്ദേഹത്തിന് മുഖത്തടിക്കുന്നത് പോലെയുള്ള ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നുണ്ടായത്. അത് എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് 82 ഇൻ്റർവ്യൂ മാധ്യമങ്ങൾക്ക് കൊടുത്തിരുന്നു. 82. ഇവിടെ കേരളത്തിലെ ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ 82 മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അതിൽ ചൂടായി അദ്ദേഹം കണ്ടത് ANIക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിലാണ്. അതിൻ്റെ കാരണം ANI എന്ന് പറയുന്നത് സർക്കാരിൻ്റെ തന്നെ ഒരു ഏജൻസി എന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏജൻസി
ആ ഒരു ANIയിലെ ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഏജൻസികൾ, ഇത് സർക്കാർ ഏജൻസികൾ, അതായത് CBI, ED പോലെയുള്ള അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്ന കാര്യം ചോദിച്ചപ്പോൾ പ്രധാനമന്ത്രിക്ക് ദേഷ്യം വരുന്നു. അത് ANI ചോദിക്കാമോ എന്നുള്ളതായിരിക്കും അദ്ദേഹത്തെ പ്രത്യേകിച്ചും ദേഷ്യം പിടിപ്പിച്ച ഒരു കാര്യം. ഇവിടെ കൂർലോസ് തിരുമേനി സർക്കാരിൻ്റെ അഭ്യുതാകാംക്ഷയായിട്ടുള്ള, സർക്കാരിൻ്റെ സഹയാത്രികനായിട്ടുള്ള ആൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാമോ എന്നുള്ളതായിരിക്കാം മുഖ്യമന്ത്രി പിണറായി വിജയനെ ചൊടിപ്പിച്ചത്. കാരണം ഇങ്ങനെ ഈ ഇടതുപക്ഷ സഹയാത്രി എല്ലാവരും അവരുടെ കർത്തവ്യം സർക്കാരിനെ എന്തു വന്നാലും പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ CPMന്റെ സെക്രട്ടറിയും CPMന്റെ മന്ത്രിമാരും CPMന്റെ മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ MA ബേബിയെ പോലെയുള്ള ഒത്തിരി നേതാക്കളുണ്ടല്ലോ കേരളത്തിൽ പാർട്ടിക്ക്. ഇവരെല്ലാം പിണറായി വിജയനെ ചോദ്യം ചെയ്യാതെ പഞ്ചപുച്ഛമടക്കി ഇങ്ങനെ സർക്കാർ ചെയ്യുന്നതെല്ലാം ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അങ്ങനെ ആരെങ്കിലും ആ ഒരു പക്ഷത്ത് നിന്ന് ഒരു എതിരഭിപ്രായം പറഞ്ഞാൽ അത് പിണറായി വിജയന് സഹിക്കില്ല. കാരണം പിന്നെ ഒരാൾ പറഞ്ഞാൽ പിന്നെ അത് മറ്റുള്ളവർ തുടർന്നുകൊണ്ടിരിക്കും. കുറച്ചു കാലം മുൻപാണ് MT വാസുദേവൻ നായർ ഒരു പ്രസംഗം നടത്തിയപ്പോൾ അതിന് പുറകെ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ഈ CPMൻ്റെയൊക്കെ അടിമ എന്ന് പറയാവുന്ന വലിയ എഴുത്തുകാരാണ്, പക്ഷേ CPMന്റെ അടിമ എന്ന് പറയാവുന്ന ശ്രീ M മുകുന്ദനെ പോലെയുള്ള ആൾക്കാർ, അവർക്ക് അവരുടെ സ്വരം തിരിച്ചു കിട്ടുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, അവരൊക്കെ ചെറിയ രീതിയിലെങ്കിലും സർക്കാരിനെതിരെ പ്രതികരിക്കുന്നത്, അത് പിണറായി വിജയൻ മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ കൂർലോസ് തിരുമേനിയെ ഇങ്ങനെ മുഖത്തടിക്കുന്നത് പോലെയുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിനെതിരെ നടത്തിയത് ഇനി ആരും ഇതുപോലെ ശബ്ദം ഉയർത്തരുത്. അങ്ങനെ അവരെല്ലാം UDF പക്ഷത്തോ അല്ലെങ്കിൽ സർക്കാരിന് വിരുദ്ധരോ ആയിട്ട് മുദ്ര കുത്താൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം എന്നുള്ള ഒരു പോയിന്റിൽ നിന്നായിരിക്കാം പിണറായി വിജയൻ ഇങ്ങനൊരു പ്രസ്താവന നടത്തിയത്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഇവിടെ കേരളത്തിലെ സിവിൽ സൊസൈറ്റി ഇതിനോട് പ്രതികരിക്കും. ഇപ്പോൾ മിണ്ടാതിരിക്കുന്ന ഒത്തിരി പ്രമുഖരായിട്ടുള്ള ആൾക്കാർ, ഇടത് സഹയാത്രികർ അല്ലെങ്കിൽ ഇടത് ചിന്താഗതിക്കാരായിട്ടുള്ള ഒത്തിരി പ്രമുഖരായിട്ടുള്ള ആൾക്കാർ ഇതിനെതിരെ പ്രതികരിക്കും എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ വിചാരിക്കുന്നത്. കാരണം കേരളത്തിൽ നമ്മുടെ സിവിൽ സൊസൈറ്റി ഇപ്പോഴും ഈ ഉത്തരേന്ത്യയിലെ ഒക്കെ പോലെ ആയിട്ടില്ല എന്നെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും യാക്കോബായ സഭയുടെ കാര്യം അജിംസനോട് ചോദിച്ചല്ലോ. യാക്കോബായ സഭ അവരുടെ ഈ പ്രശ്നത്തിൽ ഉത്തരേന്ത്യയിലെ പോലെ കേരളത്തിലെ സിവിൽ സൊസൈറ്റി ആയിട്ടില്ല എന്ന് ആനന്ദ് കൊച്ചുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലം മുതൽ ഇപ്പോഴും തുടരുന്നു. എവിടെയാണ് ഈ സിവിൽ സൊസൈറ്റി ഉള്ളത്? അവർ ദൃശ്യമാവാത്തത് എന്തുകൊണ്ടാണ്? അല്ല, അത് നമ്മുടെ നാട്ടിൽ ഈ ഇടതുപക്ഷം ശരിപക്ഷം എന്ന് കരുതുന്ന ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. അതായത് CPM സർക്കാർ വന്നാൽ അവരെന്തായാലും ജനങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ഒരു ഓൾട്ടർനേറ്റീവാണ്. UDF എന്ന് പറയുന്നത് അവർ കുറച്ചുകൂടി വലതുപക്ഷ സർക്കാരാണ് അവരുടെ സർക്കാർ. ഇടതുപക്ഷം എന്നാൽ ശരിപക്ഷമാണ് എന്നൊക്കെ കരുതുന്ന ആൾക്കാരാണ് നമ്മുടെ എഴുത്തുകാരും നമ്മുടെ സിവിൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒത്തിരി പ്രമുഖരായിട്ടുള്ള ആൾക്കാർ. അത് നമ്മുടെ വളരെ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു നിമിഷം ആനന്ദ്, സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നവർക്ക് രാഷ്ട്രീയ ചായ്വുകൾ ഉണ്ടാവും. ചിലർ LDFന് വോട്ട് ചെയ്യുന്നവരായിരിക്കും, ചിലർ UDFന് വോട്ട് ചെയ്യുന്നതായിരിക്കും, ഒരുപക്ഷെ കുറച്ച് പേർ BJPക്ക് വോട്ട് ചെയ്യുന്നവരായിരിക്കും. ഇതൊക്കെയാണെങ്കിലും ഈ സിവിൽ സൊസൈറ്റിയുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഭരണത്തിലിരിക്കുന്നവർ എന്തെങ്കിലും ചെയ്താൽ അതിനെ വിമർശിക്കുക, അതിനെ നിരൂപണം നടത്തുക, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയുക, ഇത് ചെയ്തു പോകുന്നവരാണ്. അങ്ങനെ ഒരു സിവിൽ സൊസൈറ്റി കേരളത്തിലുണ്ടായിരുന്നു. ഞാൻ കാണുന്നില്ല കഴിഞ്ഞ ഒരു 5-8 വർഷമായിട്ട്. അല്ല, ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന ദിവസമാണ് ഞാൻ ഏറെ ആദരിക്കുന്ന ബഹുമാനപ്പെട്ട BRP ഭാസ്കർ അന്തരിച്ചത്. അദ്ദേഹത്തെ ഞാൻ കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിനായി പോയപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന സ്ഥലത്ത് പോയി കാണുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അദ്ദേഹം അപ്പോഴും മലയാളം മാസികയ്ക്ക് എന്തോ ലേഖനം എഴുതുന്ന തിരക്കിലായിരുന്നു. അദ്ദേഹം മരിക്കുന്നവരെ എഴുതുന്ന ഒരാളായിരുന്നു, പ്രതികരിക്കുന്ന ഒരാളായിരുന്നു. CPMന്റെ സൈബർ വെട്ടുക്കിളികൾ, സൈബർ ഗുണ്ടകൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ താഴെ വന്ന് പ്രതികരിക്കുന്നത് അജിംസ് കണ്ടിട്ടുണ്ടോ? 10 വർഷം മുൻപ് മീഡിയ വണ്ണിൽ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചലച്ചിത്ര പ്രവർത്തകയും WCCയുടെ ഇടക്കാലത്ത് പ്രവർത്തകയുമായിരുന്ന വിധു വിൻസെന്റ് BRP ഭാസ്കറിനോട് ചോദിക്കുകയാണ്, താങ്കൾ എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തെ മാത്രം ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ താങ്കൾ എന്താണ് UDF അനുകൂല നിലപാടല്ലേ എടുക്കുന്നത്
എന്ന് സാക്ഷാൽ BRP ഭാസ്കറോട് ഈ വിധു വിൻസെന്റ് മീഡിയ വണ്ണിൽ ഇരുന്ന് ചോദിക്കുന്ന ഒരു ഇന്റർവ്യൂ യൂട്യൂബിൽ ഇപ്പോഴും തപ്പിയാൽ കാണാം. ഇവിടെ പൊതുബോധം അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അജിംസിന് അറിയാമല്ലോ, അജിംസിന്റെ സുഹൃത്തുക്കൾ മാധ്യമപ്രവർത്തകർ എത്ര പേര്, ഞാൻ പലപ്പോഴും പാനലിൽ ഇരുന്ന് കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ എൻ്റെ ആരെങ്കിലും സുഹൃത്തുക്കൾ പറയും, ഇയാള് പണ്ട് SFIയുടെ ഫസ്റ്റ് PDC റെപ്പായിരുന്നു ഇന്ന കോളേജിൽ എന്നൊക്കെ പറഞ്ഞ് എന്നോട് പലരും പറയാറുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ എന്താ പറയുന്നത്, ഈ നമ്മുടെ പൊതുസമൂഹം അങ്ങനെ ബ്രെയിൻ വാഷ്ഡ് ആയിട്ട് കണ്ടീഷൻഡ് ആയിട്ട് കഴിഞ്ഞിരിക്കുന്നു. CPM ചെയ്യുന്നതെല്ലാം ശരി, അവരാണ് ഇടതുപക്ഷം. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? വലതുപക്ഷവൽക്കരണം കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിൽ നോക്കിയാൽ മതി എങ്ങനെയാണ് CPMന്റെ വോട്ടർമാർ രാഖി രാമാനം അവർ BJP ആയി മാറിയതെന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. അത് ചോദ്യം ചെയ്യും നമ്മുടെ സിവിൽ സൊസൈറ്റിക്ക് നട്ടലില്ലാത്ത ഒരു സിവിൽ സൊസൈറ്റിയായി മാറുന്നതിൻ്റെ ഈ കഴിഞ്ഞ അഴീക്കോട് മാഷിനൊക്കെ ശേഷം നമ്മുടെ സിവിൽ സൊസൈറ്റി ഇങ്ങനെ മാറിയതിൻ്റെ ഒരു ദൃഷ്ടാന്തം ഈ ഒരു ഗ്യാപ്പിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇവിടെ സർക്കാരിനെ ചോദ്യം ചെയ്യാൻ നമ്മൾ ബഹുമാനിക്കുന്ന എഴുത്തുകാരും ഒന്നും തയ്യാറാകാത്തത് കൊണ്ട് ഇവിടെ സർക്കാരിനൊരു ഫ്രീ റൺ കിട്ടുന്നു. അവർക്ക് എതിരെ സംസാരിക്കുന്നവരെല്ലാം അവർ മറ്റു വിഭാഗത്തിന്റെ ആൾക്കാരായി മുദ്ര കുത്തുന്നു. ഇവിടെ മാധ്യമങ്ങളെ തന്നെ വലതുപക്ഷ മാധ്യമങ്ങൾ എന്ന് പറയുന്നു, സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു കാലത്ത് ഇത് ഈ പൊതുബോധം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ശരി, ശ്രീ വസന്ത് സിറിയക്ക്, ഇവിടെ ഇപ്പോൾ ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസിനോട് മുഖ്യമന്ത്രി നൽകുന്ന പ്രതികരണം അതൊരു മെസ്സേജാണ് മുഴുവൻ സിവിൽ സൊസൈറ്റിക്കുമുള്ളതെന്നാണ് ആനന്ദ് പറയുന്നത്. ഈ സിവിൽ സൊസൈറ്റിക്ക് മെസ്സേജ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സിവിൽ സൊസൈറ്റി ഉണ്ടോ എന്ന് ന്യായമായും സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ 8 വർഷമായി കേരളത്തിൽ സർക്കാരിനെ നിരൂപണം ചെയ്യുന്ന, സർക്കാരിനെ വിമർശിക്കുന്ന, രാഷ്ട്രീയ താല്പര്യങ്ങളില്ലാതെ വിമർശിക്കുന്ന ഒരു സിവിൽ സൊസൈറ്റി കേരളത്തിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു സിവിൽ സൊസൈറ്റിയുടെ ഭാഗമായതുകൊണ്ട് സർക്കാരിനെതിരെ ഒരു വിമർശനം ഉയർത്താൻ കഴിയാതെ വരുന്നത് നിങ്ങളുടെ പ്രതിപക്ഷത്തിൻ്റെ കൂടി വീഴ്ചയല്ലേ? അല്ല ശ്രീ അജിംസ്, നോക്കൂ, ആരാണ് വിമർശനം ഉന്നയിച്ചു വിട്ടിരിക്കുന്നത്? വിമർശനം ഉന്നയിച്ചു വിട്ടിരിക്കുന്നത് മാർ കൂർലോസ് മെത്രാപ്പോലിത്തയാണ്. അദ്ദേഹം ആരാണ്? അദ്ദേഹത്തിൻ്റെ മുൻകാല നിലപാട് എന്താണ്? കാലം കാത്തുവെച്ച നേതാവാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആളാണ് കൂർലോസ് പിതാവ്. കാലം കാത്തുവെച്ച നേതാവാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ അതേ കൂർലോസ് മെത്രാപ്പോലിത്തയ്ക്ക് ഇത് കാലം കാത്തുവെച്ച നേതാവല്ല, കാലം കാത്തുവെച്ച കാലനാണ്. കേരളത്തിൻ്റെ മുഴുവൻ കാലനായി ഭവിച്ചിരിക്കുകയാണ്. അത്രമാത്രം വിഷയങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട് എന്ന് തുറന്നു പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇതേ പിണറായി വിജയനാണ്. നോക്കൂ അജിംസ്, അങ്ങനോട് ചോദിച്ചത് സാംസ്കാരിക നായകരെല്ലാം മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സാംസ്കാരിക നായർ മിണ്ടിപ്പോയ അവരുടെ റേഷനിങ് മുടങ്ങുമെന്നേ. അവർക്ക് കിട്ടുന്ന സാഹിത്യ അക്കാദമി മെമ്പർഷിപ്പ്, അവർക്ക് കിട്ടുന്ന അവാർഡുകൾ, അവർക്ക് കിട്ടുന്ന ഫിലിം ചേംബർ മെമ്പർഷിപ്പ്, ക്രിട്ടിക് അവാർഡുകൾ, ഇങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ചില റേഷൻ സംവിധാനമുണ്ട് ഈ സാംസ്കാരിക നായകർക്ക് അപ്പം ഇട്ട് കൊടുക്കുന്ന പോലെ കൊടുക്കാൻ. അത് കൊടുക്കുന്ന പരിപാടി തുടങ്ങിയിട്ട് 8 വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പുണ്ടായിരുന്ന ഇടത് ഗവൺമെന്റുകൾ പോലും സാംസ്കാരിക രംഗത്ത് നിൽക്കുന്നവരെ രാഷ്ട്രീയത്തിന്റെ നിറം ഉപയോഗിച്ച് മാർക്ക് ചെയ്യുന്ന പരിപാടിയില്ലായിരുന്നു. പക്ഷേ 8 വർഷത്തിന് ഇപ്പുറത്തേക്ക് നോക്കൂ, സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന അവാർഡുകൾ, കൊടുക്കുന്ന ക്രിട്ടിക് ചേംബർ ചെയറുകൾ, ഇതൊക്കെ നോക്കൂ, ഇതെല്ലാം CPMന്റെ ആൾക്കാർക്കാണ്. അപ്പോൾ ആ റേഷനിങ് മുടങ്ങുമോ എന്ന് പേടിച്ച് സാംസ്കാരിക നായരെല്ലാവരും കൂടെ പിണറായി വിജയനെതിരെ സംസാരിക്കേണ്ട സമയം വരുമ്പോൾ അവരൊരു ടൂർ അങ്ങ് പ്ലാൻ ചെയ്യും. മസനഗുഡി വഴി ഊട്ടി പോയേക്കാം, അവിടെ പോയി മിണ്ടാതെ മൗനവ്രതത്തിൽ ഇരുന്നേക്കാം എന്ന് തീരുമാനിക്കുന്നതാണ് പ്രശ്നം. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ കൂർലോസ് പിതാവ് അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നോക്കൂ, നിങ്ങൾ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് റൈറ്റിലേക്ക് പോകരുത്. നിങ്ങൾ ഇടതുപക്ഷമാണെങ്കിൽ ഇടതുപക്ഷമായി നിലനിൽക്കണം. ആ വിമർശനത്തെ നമുക്കൊന്ന് പരിശോധിക്കണ്ടേ. എന്താണ് ഇടതുപക്ഷം? ഇടതുപക്ഷത്തിന്റെ ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് അവർ രക്തസാക്ഷികളെ ബഹുമാനിക്കുന്നവരാണ്. പിണറായി വിജയൻ രക്തസാക്ഷിയെ ബഹുമാനിക്കുന്ന ആളാണോ? 2012 മെയ് 4-ാം തീയതി മുൻ SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ SFIയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ കൂടിയായ ഒരാൾ ആ മനുഷ്യന്റെ മുഖത്ത് 51 വെട്ടി കൊലവിളിച്ച് വികൃതമാക്കി ആ ശവശരീരത്തെ തുന്നിക്കെട്ടി 4 മണിക്കൂറാണ് കരുണ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷന് വിധേയമാവുന്നത്. ജീവൻ തിരിച്ചു പിടിക്കാനല്ല ജിംസെ, മറിച്ച് ഈ മുൻ SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ KK രമയുടെ മുമ്പിലേക്ക് സ്വന്തം ഭർത്താവിന്റെ ശരീരം കൊണ്ടുവെക്കുമ്പോൾ അവർക്കൊന്ന് ചേർത്ത് പിടിച്ച് ചുംബിക്കണ്ടേ? അവസാനമായി അതിനൊരു മനുഷ്യന്റെ രൂപം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ആ മൃതദേഹം കൊണ്ടുപോയി വെച്ച് അത് ശവസംസ്കാരം കഴിഞ്ഞ് 2-ാമത്തെ ദിവസം കുലം കുത്തി
കുലംകുത്തികൾക്ക് ഇങ്ങനെ ഉണ്ടാകും എന്ന് വിളിച്ചു പറഞ്ഞ ആളുടെ പേരാണ് പിണറായി വിജയൻ. അപ്പൊ രക്തസാക്ഷികളെ ബഹുമാനിക്കാൻ, രക്തസാക്ഷികളെ അംഗീകരിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല. രണ്ടാമത്തെ മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടാണല്ലോ. മാധ്യമ സ്വാതന്ത്ര്യം എന്നാണല്ലോ എല്ലാ കാലത്തും ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2017 ജൂലൈ മാസം 31-ാം തീയതി അന്ന് BJPയും CPM-ഉം തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ വേണ്ടി RSSുമായി ഒരു മീറ്റിങ്ങിന് വേണ്ടി എത്തുകയാണ് പിണറായി വിജയൻ കണ്ണൂരിൽ. അപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്നു, എന്താണ് ഈ മീറ്റിങ്ങിന്റെ ലക്ഷ്യം സഖാവേ? അപ്പൊ പറയും, കടക്കുപുറത്ത് മാറി നിൽക്ക് അങ്ങോട്ട് എന്ന് പറഞ്ഞ ആൾക്ക് മാധ്യമ സ്വാതന്ത്ര്യത്തെ പറ്റി പറയാൻ, മാധ്യമ വിഭാഗത്തെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാനുള്ള അവകാശം ഉണ്ട് എന്ന് അങ്ങേക്ക് വിചാരിക്കാൻ പറ്റുമോ? ഇനി മൂന്നാമത്തെ പ്രശ്നം എന്താ? ഇടത് സഹവർത്തിത്വം, ഇടതിന്റെ ലെഫ്റ്റിന്റെ ഒരു പ്രോ വേർഷനാണല്ലോ, അവരുടെ മുഖമാണല്ലോ. 2014 കൊല്ലത്ത് LDF വിട്ട് അവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് RSP UDF വരുന്നത്. 2014 കൊല്ലത്ത് RSPയുടെ നേതാവ് പ്രേമേന്ദ്രൻ മത്സരിക്കുന്നു. അവിടെ ഇലക്ഷൻ കൺവെൻഷനിൽ വന്നിട്ട് പ്രേമേന്ദ്രനെ വിളിക്കാണ് പരനാറി, പരമനാറി എന്ന് വിളിക്കുകയാണ് ആര്? പിണറായി വിജയൻ. അപ്പൊ ഈ ഇടതിന്റെ ഒരു ഗുണങ്ങളും സഹാവ് പിണറായി വിജയൻ ഇല്ല എന്നതിന്റെ തെളിവാണിത്. കേരള രാഷ്ട്രീയത്തിന്റെ നിഘണ്ടുവിലേക്ക് അറപ്പുളവാക്കുന്ന, വെറുപ്പുളവാക്കുന്ന കുറെ വാക്കുകൾ സംഭാവന ചെയ്ത ആളാണ് അദ്ദേഹം. ഇന്ന് എന്താണ് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞില്ലേ, പിണറായി സ്റ്റൈൽ ഇതൊക്കെയാണ്, ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അതായത് അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ നോക്കൂ, ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകം ചാരിയ ചാണകം മണക്കും എന്ന് പറയുന്ന പോലെ പിണറായിയിൽ നിന്ന് നമുക്ക് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കാനില്ല. പക്ഷേ ഇന്ന് വളരെ കൃത്യമായി കൂർലോസ് മെത്രാപ്പോലിത്ത വളരെ കൃത്യമായി പറയുന്നുണ്ട്, അത് പിണറായിക്ക് മാത്രമുള്ളൊരു മെസ്സേജ് അല്ല, അത് പഞ്ചപുച്ഛമടക്കി പിണറായിക്കും മക്കൾക്കും വേണ്ടി മാത്രമുള്ളൊരു പാർട്ടി മാറുമ്പോൾ അതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ, അതിൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ, ലോക്കൽ കമ്മിറ്റിയിൽ, ബൂത്ത് കമ്മിറ്റികളിൽ പഞ്ചപുച്ഛമടങ്ങി പിണറായി ക്യാപ്റ്റൻ, ഇരട്ടച്ചങ്കൻ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ചില സഹാക്കളുണ്ടല്ലോ, സ്വയം ലെഫ്റ്റ് ആണെന്ന് വിചാരിക്കുന്നവർ, സ്വയം ഇടതാണെന്ന് വിചാരിക്കുന്നവർ, അവർക്കാണ് കൂർലോസ് പിതാവ് ഇന്നും മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഞാൻ പറഞ്ഞത് തർക്കുത്തരത്തിന് വേണ്ടിയല്ല, എനിക്ക് അതിൽ കൂടുതൽ തർക്കുത്തരം പറയാൻ അറിയാവുന്ന ആളാണ് ഞാൻ. കൗണ്ടർ പോയിന്റ് പറയാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്, ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ലെഫ്റ്റ് ഉണരേണ്ട സമയമാണ്. ഞങ്ങളും ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്ത് ഇടതുപക്ഷം ഇല്ലാതായി പോകണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്നുമല്ല കോൺഗ്രസ്സുകാർ. പക്ഷെ അത് ഇടതുപക്ഷമായിരിക്കണം. ആ ഇടതുപക്ഷത്തിൽ നമ്മൾ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ ഒരു വാക്കുപയോഗിച്ചില്ലേ ശ്രീ അജിംസ്, അങ്ങടക്കം നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്നത് എന്താ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് നോക്കൂ, ഒരു താനാശ ഏകാധിപതി എന്നല്ലേ പറഞ്ഞേ? കേരളത്തിന്റെ താനാശയായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന് ക്യാപ്റ്റൻ എന്ന് കേട്ടാൽ സുഖിക്കും, അദ്ദേഹത്തിന് ഇരട്ടച്ചങ്കൻ എന്ന് കേട്ടാൽ സുഖിക്കും, കപ്പിത്താൻ എന്ന് കേട്ടാൽ സുഖിക്കും. എന്നാൽ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ ദ്വന്ദ്വസിംഹാസനത്തിൽ ഇളക്കം തട്ടും. ദ്വന്ദ്വസിംഹാസനത്തിൽ ഇളക്കം തട്ടിയാൽ എന്തുണ്ടാവും? ആ വിമർശിക്കുന്നത് MD പോലുള്ളവരാണെങ്കിൽ മറ്റൊരു സാംസ്കാരിക നായകരെ ഉപയോഗിച്ച് അവരെ കോർണർ ചെയ്യാൻ ശ്രമിക്കും. ആ വിമർശിക്കുന്നത് ഏതെങ്കിലും സഭാ നേതാക്കന്മാരാണെങ്കിൽ അവരെ നികൃഷ്ണ ജീവിയെന്നും അവരെ വിവരദോഷികളെന്നും ആഞ്ഞു വിളിക്കുന്നതിൻ്റെ അത് ഇവർക്ക് യാതൊരു മടിയുമില്ലെന്നേ. ഈ കൂർലോസ് പിതാവ് പറഞ്ഞു, ഒന്ന് സാമ്പത്തിക നയങ്ങളിലെ പരാജയം ഇല്ലേ ഈ സംസ്ഥാനത്തില്ലേ? CAG റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്. 75,000 കോടി രൂപ പിരിച്ചെടുക്കാനുണ്ട് ശ്രീ അജിംസ്. രണ്ടാമത് ധൂർത്ത്, നവകേരള യാത്ര എന്ന് പറഞ്ഞ് നടത്തിയ എന്താ പറയുന്നത്, ധൂർത്തിന്റെ കേളികൊട്ട് നമ്മൾ കണ്ടതല്ലേ? അത് ജനം വിമർശിക്കത്തില്ലേ? മോശമായ പോലീസ് നയം, RSS ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത പോലെ പോലീസിന്റെ മാധ്യമ വേട്ടയാടൽ, പോലീസിന്റെ പ്രതിപക്ഷ വേട്ടയാടൽ നമ്മൾ കാണുന്നില്ലേ? കഴിഞ്ഞ ദിവസമല്ലേ അട്ടപ്പാടിയിൽ ഒരു മാധ്യമപ്രവർത്തകർ, നമ്മുടെയൊക്കെ സഹപ്രവർത്തകരായ ഒരാളെ അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത്? മാധ്യമ വേട്ടയാടൽ നടക്കുന്നത് കേരളത്തിലാണ്, ഉത്തർപ്രദേശിലല്ല. ഉത്തർപ്രദേശിനേക്കാൾ കൂടുതൽ മാധ്യമ വേട്ടയാടൽ കേരളത്തിൽ നടക്കുന്നു. അപ്പൊ ആ പോലീസിന്റെ കാര്യങ്ങളെ പറയണ്ടേ? പെൻഷൻ മുടങ്ങിയത്, 2 രൂപ അധിക സെസ് പിരിച്ചതെന്താ? സെസ്സിനെ പറഞ്ഞത് സാമൂഹ്യ സുരക്ഷാ സെസ് എന്നാണ്. എന്നിട്ട് പെൻഷൻ കൊടുക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇങ്ങനെ SFIയുടെ അക്രമ രാഷ്ട്രീയം, ഒരു പാവപ്പെട്ട സിദ്ധാർത്ഥനെ മറന്നു പോകാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ അമ്മയുടെ കണ്ണീര് മറക്കാൻ പറ്റുമോ? ഇങ്ങനെ വിവിധ കാര്യങ്ങൾ അക്കമിട്ട് അദ്ദേഹം പറയുമ്പോൾ അതിനൊന്നും ഉത്തരവില്ലാത്തത് കൊണ്ട് വിവിധ ലോക്സഭാ സീറ്റുകളിൽ തോറ്റുപോയതിന്റെ വിറളി പൂണ്ടിരിക്കുന്നത് കൊണ്ട്, ദ്വന്ദ്വസിംഹാസനം ഒന്ന് ഇളകിപ്പോയത് കൊണ്ട് അതിനെ അസഭ്യം പറഞ്ഞ്, കുളഭ്യം പറഞ്ഞ് നേരിടാനാണ് പിണറായി തീരുമാനിക്കുന്നതെങ്കിൽ 2019, 2024, 2026 ആവർത്തിക്കും. ശരി, ഡോക്ടർ ഷിജു ഖാൻ, ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ഉടൻ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഞങ്ങൾ ഈ ജനവിധിയെ ഞങ്ങളൊരു മുന്നറിയിപ്പായി കാണുന്നു, ഞങ്ങൾ തിരുത്തുമെന്നാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ഇക്കുറിയും അദ്ദേഹം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലോ മറ്റോ വോട്ട് ചെയ്തു എന്ന് ഉറപ്പിക്കാവുന്ന ഒരാളാണ്
ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ്. അദ്ദേഹം പിണറായി വിജയനെ തന്നെ ഒരു കാലത്ത് പുകഴ്ത്തിയത് കാലം കാത്തുവച്ച നേതാവ് എന്നാണ്. അദ്ദേഹം എപ്പോഴും ഒരു ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് അദ്ദേഹം നിലപാടുകളിലൂടെ തെളിയിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം കേവലം ഒരു പുരോഹിതൻ മാത്രമല്ല, ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് കൂടിയാണ്. അങ്ങനെയുള്ള ഒരു പുരോഹിതനെ വിവരദോഷി എന്നൊക്കെ വിളിക്കുന്നത് കടന്ന കൈയല്ലേ ഡോക്ടർ ഷിജുഖാൻ? ഇവിടെ ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനിയുടെ ഈ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ഫേസ്ബുക്കിലെ പോസ്റ്റും അതിനുശേഷം വന്ന പ്രതികരണവുമാണ് നമ്മൾ ഈ ചർച്ചയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ സഖാവ് പിണറായി വിജയനെ അങ്ങേയറ്റം വിദ്വേഷത്തോടുകൂടിയും അദ്ദേഹത്തോട് തീർത്താൽ തീരാത്ത പകയോടുകൂടിയുമൊക്കെ ടെലിവിഷൻ ഡിബേറ്റുകളിൽ ചിലർ പങ്കെടുക്കുന്നത് അതിനുള്ള അവസരമായി ഇത് കാണുകയാണ്. ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനി നമുക്ക് പരിചിതനായ ഒരു വ്യക്തിത്വമാണ്. താങ്കൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയവും രാഷ്ട്രീയേതരവുമായ വിഷയങ്ങളിൽ അദ്ദേഹം അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നടത്താറുമുണ്ട്. അദ്ദേഹം അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത്. ആ പ്രതികരണത്തിൽ ഒരു വിമർശനം എന്നതിനും അപ്പുറത്തേക്ക് കടന്ന് ചില പ്രയോഗങ്ങൾ അദ്ദേഹം നടത്തി. അദ്ദേഹത്തെ പോലെ ഒരു പുരോഹിതനിൽ നിന്ന് ഉണ്ടാകേണ്ടുന്ന പ്രതികരണത്തിനും അപ്പുറത്തേക്ക് അദ്ദേഹം ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു. അപ്പോൾ അതിൽ പിന്നെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ മറ്റ് അനേകം കാരണങ്ങൾ, സാമ്പത്തിക നയത്തെ സംബന്ധിച്ച്, മാധ്യമ വിഷയങ്ങളെ സംബന്ധിച്ച്, പോലീസിനെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. അതിനോടൊക്കെ പലതിനോടും ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, വളരെ കൃത്യമായ അക്കാര്യത്തിൽ നിലപാടുമുണ്ട്. പിന്നെ അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഭാഗം, ധാർഷ്ട്യവും ധൂർത്തും ഇനിയും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടികളായിരിക്കും ഇടതുപക്ഷത്തെ കാത്തിരിക്കുക. എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷയ്ക്കെത്തണമെന്നില്ല. കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല. ഇങ്ങനെയുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി. ഇപ്പോൾ വലിയ ഒരു പ്രളയം കേരളത്തിൽ ഉണ്ടായി, അതിൻ്റെ വലിയ നഷ്ടങ്ങൾ നമ്മൾ അനുഭവിച്ചു, അതിൻ്റെ ദുരിതങ്ങൾ നമ്മൾ അനുഭവിച്ചു. ആ ഘട്ടത്തിൽ ഗവൺമെന്റ് ഏറ്റവും സക്രിയമായി ഇടപെട്ടു. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ സർക്കാരിന്റെ നിലപാടുകൾക്ക് ലഭിച്ചു. അതിനുശേഷവും പല തെരഞ്ഞെടുപ്പുകളും ഇവിടെ നടക്കുകയുണ്ടായി. പിന്നെ അതോടൊപ്പം ഈ മഹാമാരികളെ സംബന്ധിച്ച്, ഇപ്പോൾ കോവിഡ് പോലുള്ള മഹാമാരികൾ, ഇതെല്ലാം നമ്മൾ ആഗ്രഹിച്ചു വരുന്നതല്ല, അതല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു വിഷയവുമല്ല. ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്ന ഘട്ടത്തിൽ ഉണർന്നെണീറ്റ ഒരു ഗവൺമെന്റിനെയും ഒരു മുഖ്യമന്ത്രിയെയും നമ്മൾ അതിലൂടെ കാണുകയുണ്ടായി. പിന്നെ ഈ കോവിഡിന്റെ ഒരു പ്രതിസന്ധിയുടെ കാലത്ത് തന്നെ ഗവൺമെന്റ് അവതരിപ്പിച്ചിട്ടുള്ള സൗജന്യ ഭക്ഷ്യ കിറ്റ് പോലുള്ള കാര്യങ്ങൾ ജനോപകാരപ്രദമായിരുന്നു. ഇന്ത്യയിൽ മറ്റൊരിടത്തും ഒരു ഗവൺമെന്റും നടപ്പിലാക്കാത്ത ഏറ്റവും ജനോപകാരപ്രദമായ പദ്ധതികളാണ് കേരളത്തിൽ നടപ്പിലാക്കിയത്. ഇതൊരു ഒരു ജനങ്ങളെ പരിഗണിക്കുന്ന ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ അദ്ദേഹം പിന്നെ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനി ലോകത്ത് പലയിടങ്ങളിലും ഉണ്ടായി വരുന്ന വിമോചനാത്മക ദൈവശാസ്ത്രം പോലുള്ള സിദ്ധാന്തങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അവഗാഹമുണ്ടല്ലോ. ലോകത്ത് പലയിടങ്ങളിലും കോവിഡ് കാലത്തടക്കം ഭരണകൂടങ്ങൾ ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും അമിതമായ നികുതി ഭാരവും ഒക്കെ അടിച്ചേൽപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും കേരളം അതിൽ നിന്ന് വ്യത്യസ്ത നിലപാട് സ്വീകരിച്ച് ജനങ്ങൾക്കൊപ്പം നിൽക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന്റെ വിമർശനം, അദ്ദേഹത്തിന് വിമർശിക്കാം, ഏത് കാര്യത്തിലും അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ കിറ്റ്, സൗജന്യ ഭക്ഷ്യ കിറ്റ് കൊടുത്തത് ഒരു രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും അതോടൊപ്പം പ്രളയവും മഹാമാരികളുമാണ് ഇടതുപക്ഷത്തെ രക്ഷിക്കാൻ എത്തുന്നത് എന്നുമൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പ്രയോഗങ്ങൾ അദ്ദേഹം ഇരിക്കുന്ന ഉന്നതമായ പൗരോഹിത്യ CPM-നും മുഖ്യമന്ത്രിക്കും അങ്ങേക്കുമൊക്കെ അഭിപ്രായ ഭിന്നതയുള്ള ഒരു പ്രയോഗം ഇതാണ്. ഒന്ന് പ്രളയം, അതുപോലെ ഈ കിറ്റ് രാഷ്ട്രീയം എന്നീ വാക്കുകൾ. ഞാൻ ചോദിക്കട്ടെ, ഈ രണ്ട് സമയത്തും ഷിജുഖാൻ അങ്ങേക്ക് ഓർമ്മയുണ്ടാകും, പ്രളയം ഉണ്ടായപ്പോഴും കോവിഡ് ഉണ്ടായപ്പോഴും ഇതേ ഗീവർഗീസ് മാർ കൂർലോസ് മുഖ്യമന്ത്രി പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുകയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയും പ്രശംസിക്കുകയും ചെയ്ത വ്യക്തിയാണ്, ഫേസ്ബുക്കിലും അല്ലാതെയും. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്?
ആ കാലഘട്ടങ്ങളിൽ പിണറായി വിജയനും സർക്കാരും കാണിച്ചിട്ടുള്ള കാര്യശേഷി, കാര്യപ്രാപ്തി, നേതൃശേഷി, ഇത് എല്ലായ്പ്പോഴും ഉണ്ടാവണമെന്നില്ല. എങ്ങനെ അവസരങ്ങൾ ഈ നേതൃശേഷിയും കാര്യപ്രാപ്തിയും കാണിക്കാനുള്ള അവസരം എപ്പോഴും ലഭിക്കണമെന്നില്ല. മറ്റെല്ലായിടത്തും ഈ കാര്യപ്രാപ്തി വേണം എന്ന ഓർമ്മപ്പെടുത്തലല്ലേ അത്? അതിനോട് എന്തിനാണ് അസഹിഷ്ണുത? അല്ല അജിംസെ, ഇപ്പോ ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസ് തിരുമേനിയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തോടോ ഒരു തരത്തിലും വിദ്വേഷം പുലർത്തുന്ന ഒരു രാഷ്ട്രീയമല്ല കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെത്. പ്രത്യേകിച്ച് കേരളത്തിലെ ക്രിസ്തീയ സമുദായവുമായി ന്യൂനപക്ഷ സമുദായവുമായൊക്കെ നല്ല ബന്ധം പുലർത്തുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ അധികാരത്തിലുള്ളത്. അത് ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ ഉള്ള വ്യത്യാസം എന്നെ. അതോടൊപ്പം ക്രിസ്ത്യൻ സമൂഹവുമായി നിരന്തരമായ സഹവർത്തിത്വവും സഹകരണവും അക്കാര്യത്തിൽ മുൻകാലങ്ങളിൽ നിന്നും വലിയ നിലയിൽ, നല്ല നിലയിൽ അപ്രകാരമുള്ള ഒരു സംവാദാത്മക ബന്ധവും കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ട്. പിന്നെ ഡോക്ടർ ഗീവർഗീസ് കുർലോസ് തിരുമേനിക്ക് അഭിപ്രായമുള്ളതുപോലെ തന്നെ അദ്ദേഹം ഇന്ന് പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിക്ക് അദ്ദേഹം പ്രതികരിക്കുന്നില്ല, അദ്ദേഹം അതിനപ്പുറമോ ഇപ്പുറമോ ഇനി കടക്കുന്നില്ല, താൻ അവിടെ വെച്ച് നിർത്തുകയാണ് എന്ന് അദ്ദേഹവും പ്രതികരിക്കുകയുണ്ടായി. കേരളത്തിന്റെ മുഖ്യമന്ത്രി കുർലോസ് തിരുമേനിയുടെ ഈ വാക്കുകളോട് പ്രതികരിച്ചത് അത് ശരിയായില്ല. അപ്രകാരമുള്ള അഭിപ്രായങ്ങൾ പുരോഹിതന്മാരിൽ നിന്ന്, പിന്നെ അത്തരം ഉന്നത പദവികൾ വഹിക്കുന്നവരിൽ നിന്ന് വരുമ്പോൾ ദൗർഭാഗ്യകരവും നിർഭാഗ്യകരവുമായ അത്തരം പ്രതികരണങ്ങൾ എന്നുള്ള നിലയിൽ നിലപാട് സൂചിപ്പിക്കുകയുണ്ടായി. അതിനും അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു സമുദായത്തെ ശത്രുപക്ഷത്ത് നിർത്താനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ വിദ്യാഭ്യാസ യോഗ്യതയും അക്കാദമിക പാരമ്പര്യമുള്ള ഒരു പുരോഹിതനെ വിവരദോഷി എന്ന് വിളിക്കുകയാണ് ഇത്. അല്ല, ഞാൻ അദ്ദേഹത്തിന്റെ പിണറായി വിജയന്റെ വാചകങ്ങൾ തന്നെ നമുക്ക് എടുക്കാം. സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും മറ്റൊരു സർക്കാരിനും ഇത്രത്തോളം ക്രൂരത നേരിടേണ്ടി വന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒന്നാം പിണറായി സർക്കാരിന് പ്രകൃതി ദുരന്തങ്ങളെയാണ് നേരിടേണ്ടി വന്നതെങ്കിൽ രണ്ടാം സർക്കാരിന് മറ്റ് പല പ്രതിസന്ധികളുമാണ് നേരിടേണ്ടി വന്നതെന്നും മുഖ്യമന്ത്രി. പ്രളയം വന്നതുകൊണ്ടാണ് സർക്കാർ അധികാരത്തിൽ വന്നതെന്നും ഇനി പ്രളയമുണ്ടാകില്ലെന്ന് ഓർക്കണമെന്നും ഒരു പുരോഹിതൻ പറഞ്ഞതായി മാധ്യമങ്ങളിൽ കണ്ടു. പുരോഹിതന്മാരുടെ ഇടയിലും ഈ അഭിപ്രായം നേരത്തെ അജിംസ് പറഞ്ഞതുപോലുള്ള അത്തരം ഒരു അഭിപ്രായം അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. റിപ്പോർട്ട് ഞാൻ വായിക്കാം. നിരണം ഭദ്രാസനാധിപൻ എന്ന ഔദ്യോഗിക പദവിയിൽ നിന്ന് അദ്ദേഹം വിരമിച്ച് ഇപ്പോൾ ആശ്രമ ജീവിതം നയിക്കുകയാണ്. അതുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞത്. ഷിജു ഖാൻ തുടരും പ്ലീസ്. അല്ല ആണ് രാഹുലെ ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. പഴയ പുരോഹിതൻ എന്ന വാക്കിന് പോലും രാഹുലാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ടി വി കാണുന്നില്ല. അല്ല വസന്താണ്. ഓക്കെ, ഷിജു ഖാൻ പൂർത്തിയാക്കൂ പ്ലീസ്. അല്ല വസന്ത്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ നമ്മൾ ഒരുപാട് പുരോഹിതന്മാരുടെ അഭിപ്രായങ്ങളെ നമ്മളതിനെ വിമർശനാത്മകമായി കണ്ടിട്ടുണ്ട്. സമുദായ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളെ വിമർശനാത്മകമായി സമീപിച്ചിട്ടുണ്ട്. അത്തരം സമുദായ നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾക്ക് രാഷ്ട്രീയ നേതാക്കന്മാർ കൊടുക്കുന്ന മറുപടികൾ നമ്മൾ സമൂഹത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒരു ജനാധിപത്യ സമൂഹത്തിലെ ഒരു സംവാദാത്മകമായ ഒരു ബന്ധമായിട്ട് ഭരണകൂടത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന ഒരു പുരോഹിതനെ വിവരദോഷി എന്ന് വിളിക്കുന്നതിൽ എന്ത് ജനാധിപത്യമാണ്, എന്ത് സംവാദമാണ്, എന്ത് സംവാദമാണ് അത് ഒരാളെ വിവരദോഷി എന്ന് വിളിക്കുന്നത്? അജിംസ് അത് പറഞ്ഞതിന് ശേഷം ഒന്ന് ചിരിച്ചല്ലോ. അജിംസ് ചിരിച്ചല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഈ പ്രളയവും ഈ കിറ്റും അതോടൊപ്പം മഹാമാരിയുമൊക്കെ എല്ലായ്പ്പോഴും രക്ഷയ്ക്ക് വരണമെന്നില്ല എന്ന പ്രയോഗവും വിമർശന വിധേയമാക്കണ്ടേ? അതായത് അതോടൊപ്പം കിറ്റ് കൊടുത്തിട്ടാണ് പ്രളയം വന്നുകൊണ്ടാണ് ഈ സർക്കാർ തുടർഭരണം നേടിയതെന്നൊരു അഭിപ്രായം അദ്ദേഹത്തിന് ഇല്ല. ഷിജു ഖാൻ, നമ്മൾ അദ്ദേഹത്തിന് ട്രാക്ക് റെക്കോർഡ് മറന്ന് സംസാരിക്കരുത്. അദ്ദേഹം ഇതുവരെ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കാണണം. അദ്ദേഹം ഈ സർക്കാരിന്റെ പിന്തുണക്കാരൻ. ഒരു നിമിഷം അദ്ദേഹം ഈ സർക്കാരിന്റെ പിന്തുണക്കാരാണോ? അദ്ദേഹത്തിന്റെ സഭ യാക്കോബായ സഭ പൂർണ്ണമായ അലീജിയൻസ് LDF സർക്കാരിനോട് പിന്തുണ നൽകുന്ന ഒരു സഭയാണ്. നമ്മൾ ആരാണ് വിമർശിക്കുന്നത്, അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്തതാണോ പിണറായി വിജയൻ? ജിംസെ, നിങ്ങൾ പിണറായി വിജയനെ ഒരു ക്രൂരനും പിണറായി വിജയനെ ഒരു കുറ്റവാളിയും ഒക്കെ ആക്കി സ്വാഭാവികമായും നിങ്ങളുടെ സ്വാതന്ത്ര്യമായിരിക്കാം ചിത്രീകരിക്കൽ. പക്ഷെ ഞാൻ പറയുന്ന ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസ് തിരുമേനിയെ വ്യക്തിപരമായി എനിക്കും കുറഞ്ഞതൊരു 10-20 വർഷമായി അറിയാം.
അജിംസ് അതുകൂടെ മനസ്സിലാക്കണം. ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കാനൊക്കെ പറയുമ്പോൾ കുറഞ്ഞതൊരു 10-20 വർഷമായിട്ട് എനിക്കും അറിയാവുന്ന വ്യക്തിത്വമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രാഷ്ട്രീയ വിമർശനത്തിന് അതീതമാണോ അജിംസെ? വിമർശനത്തിന് അതീതമല്ല ഷിജു ഖാൻ. അധിക്ഷേപിക്കാൻ പാടില്ല. നേതാക്കന്മാരുടെ വാക്കുകളെ നിങ്ങൾ വിമർശന വിധേയമാക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ അതാണ്. ഇപ്പോൾ ഗീവർഗീസ് മാർ കൂർലോസിന്റെ നിലപാടിനെ നമുക്ക് വിമർശിക്കാം, പക്ഷേ അധിക്ഷേപിക്കാമോ എന്നാണ് ചോദ്യം. ദയവിത് കേൾക്കൂ. അല്ല, നമ്മൾ ആരെയും അധിക്ഷേപിക്കുന്നില്ല. എന്നാൽ വിമർശനാത്മകമായിട്ട് അതിന് മുസ്ലിം പുരോഹിതന്റെ ആണെങ്കിലും ക്രിസ്ത്യൻ പുരോഹിതന്റെ ആണെങ്കിലും ഹിന്ദു പുരോഹിതന്റെ ആണെങ്കിലും ഒരു അഭിപ്രായം വന്നാൽ വിമർശനാത്മകമായി നമുക്ക് പരിശോധിച്ചുകൂടെ അജിംസെ? ഞാൻ വളരെ ഓപ്പണായി ചോദിക്കണം. നിങ്ങൾ എത്ര സമുദായ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ വിമർശനാത്മകം? അത് സമുദായത്തെ അല്ല, ഒന്ന് ദയവിത് കേൾക്കൂ. ജനാധിപത്യത്തിൽ അത് ഏത് ദൈവമാണെങ്കിലും വിമർശിക്കപ്പെടണമെന്നുള്ളതാണ്. ജനാധിപത്യത്തിൽ ആരും വിമർശിക്കപ്പെടണം. ഞാനൊന്ന് ദയവിത് കേൾക്കൂ. ഓക്കെ, അല്ല, ഞാനൊന്ന് പറയുന്നത് കേൾക്കൂ. അതായത് യാക്കോബായ സഭയെയോ മറ്റേതെങ്കിലും സഭയെയോ ക്രിസ്തീയ സമുദായത്തെയോ ആരെയെങ്കിലും ലക്ഷ്യം വെച്ച് ഒന്നുമല്ല സൗ പിണറായിയുടെ പ്രതികരണം വന്നിട്ടുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ആ പോസ്റ്റ് മൊത്തത്തിൽ പരിശോധിച്ചാൽ, ഞാൻ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനിയുമായിട്ട് എനിക്കൊരു 10-20 വർഷത്തെ എനിക്ക് അദ്ദേഹത്തെ അറിയാം. പക്ഷെ ഞാൻ ആ രാഷ്ട്രീയ ആ പ്രസ്താവന പരിശോധിക്കുമ്പോൾ എനിക്ക് വിയോജിക്കേണ്ട ഒട്ടനേകം കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന്, അദ്ദേഹത്തെ പോലൊരാൾ കേരളത്തിലെ സാമ്പത്തിക രംഗം പരാജയമാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് പുലർത്തുന്ന അവഗണനയും അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി ശക്തമായി കേരളം വാദിച്ചതും സുപ്രീം കോടതി അനുകൂല നിലപാടെടുത്തതുമൊക്കെ അദ്ദേഹം മറന്നുപോയോ? അങ്ങനെ അദ്ദേഹം എങ്ങനെയാണ് അതിനെയൊക്കെ മറന്നുപോകുന്നത്? അല്ല, ഈ ചോദ്യം ചോദിക്കാമായിരുന്നു പിണറായി വിജയന്. അങ്ങ് അത് മറന്നുപോയെന്ന് ചോദിക്കാമായിരുന്നു. പകരം വിവരദോഷി എന്ന് വിളിക്കുകയാണ്. അജിംസെ, അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങളിങ്ങനെ ആ പ്രസംഗം മുഴുവൻ കേൾക്കാതെയും കാണാതെയും വരികൾ എടുക്കാതെയും നിങ്ങളൊരു പെട്ടെന്നൊരു വാക്കിങ് അടർത്തിയെടുക്കുകയാണ്. അതിനു മുമ്പ് പറഞ്ഞത് എന്താണ്? ഈ പ്രളയം കേരളത്തിലെ LDF-നെ സംബന്ധിച്ചൊരു ഏതെങ്കിലും ഒരു വലിയ പോംവഴിയോ അല്ലെങ്കിൽ കോവിഡ് ക്ഷണിച്ചു വരുത്തുന്നതാണോ? ശരി, അതെന്താ അജിംസെ അങ്ങനെ? ആ ഒരു വാക്കിനെ മാത്രം അടർത്തിയെടുത്ത് ചർച്ച ശരിയല്ല. പക്ഷേ ആ വാക്കാണ് പ്രളയം ക്ഷണിച്ചു വരുത്തുന്നവരാണോ? ആ വാക്കാണ് പ്രശ്നം. ആ വാക്ക് മാത്രമായിട്ട് എടുത്ത് ചർച്ച ചെയ്ത് ശരിയല്ല. ശരിയാണെന്ന് പറഞ്ഞു. കിറ്റ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. കിറ്റ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? കിറ്റ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണക്കാരായ ആളുകൾ പട്ടിണിയിലും പരിവട്ടത്തിലും കിടക്കുമ്പോഴാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുന്നത്. അതൊരു അനിവാര്യതയാണ്. അതൊരു ഗവൺമെന്റിന്റെ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു നിലപാടിന്റെ ഭാഗമാണ്. അതെങ്ങനെയാണ് വോട്ട് സമാഹരിക്കാനുള്ള രാഷ്ട്രീയം? അതിനുശേഷം പാർലമെന്റ് ഇലക്ഷൻ നടന്നില്ലേ? ആ പാർലമെന്റ് ഇലക്ഷനിൽ ഞങ്ങൾ 19 സീറ്റിൽ പരാജയപ്പെട്ടില്ലേ? പിന്നെ അദ്ദേഹം പറഞ്ഞു തുടർച്ചയായി പരാജയപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിച്ചില്ലേ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിച്ചില്ലേ? അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ്, ഇപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ LDF പരാജയപ്പെട്ടു, 19 സീറ്റിൽ പരാജയപ്പെട്ടു എന്ന കാരണം ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ പോലെ അങ്ങ് പറഞ്ഞ ട്രാക്ക് റെക്കോർഡുള്ള ഒരാൾ, അദ്ദേഹത്തെ പോലെ ബഹുമാന്യനായ ഒരു തിരുമേനി ഇപ്രകാരം ഈ പ്രളയവും ഈ കോവിഡ് മഹാമാരിയുമൊക്കെ എപ്പോഴും രക്ഷയ്ക്ക് വരണമെന്നില്ല എന്ന് പറഞ്ഞാൽ അജിംസെ അങ്ങനെ പറയാൻ പാടില്ല. അത് നമ്മുടെ സാമാന്യ ബോധത്തിന് അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ് CPM-ന്റെയും സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും നിലപാടെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. ഞാൻ മടങ്ങി അതിഥികളിലേക്ക് തിരികെ. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ഒരു വിമർശനമാണ് ഈ സിവിൽ സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്ന് കരുതാവുന്ന ഒരു ആദ്യത്തെ വിമർശനമായിരുന്നു ഗീവർഗീസ് കൂർലോസിൻ്റേത്. അപ്പോൾ അവിടെ അടിക്കുക, അതായത് അത് വിവരദോഷമാണ് എന്ന് പറയുന്നതിലൂടെ മറ്റിടങ്ങളിൽ നിന്ന് ഉയർന്നു വരാൻ, ഇപ്പോൾ തന്നെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്ന് പോലും പരസ്യമായ പ്രതികരണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരു വ്യാപകമായ ഒരു സർക്കാർ ഓഡിറ്റിംഗ്, പാർട്ടി ഓഡിറ്റിംഗ് തടയുകയായിരുന്നു പിണറായി വിജയൻ ലക്ഷ്യം. അതെ, അതുതന്നെയാണ് ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞതും. ഇവിടെ ശ്രീ ഷിജു ഖാനൊക്കെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് സ്ഥലകാല ബോധമൊക്കെ നഷ്ടപ്പെട്ടു. കാരണം അദ്ദേഹം പറയുന്നത് ഈ കിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് 2019 ലോക്സഭ ഇലക്ഷൻ വരുന്നതെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിയമസഭ ജയിച്ചില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇപ്പോൾ പിണറായി വിജയൻ ഇങ്ങനെ ഈ വിവരദോഷി എന്ന് പറയുന്ന ഒരു കാര്യവും 2005 മത്തായി ചാക്കോയുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് റെമിജിയോസ് ഇഞ്ചനാരിയൽ ബിഷപ്പിനെ വിളിച്ച ഒരു പദമുണ്ടല്ലോ, അത് രണ്ടും ഒന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ, അത് 19-20 വർഷം മുൻപത്തെ കാര്യമാണ്.
അത് എന്തായാലും പാർലമെന്ററി പദമാണല്ലോ ശ്രീ ഷിജു ഖാൻ, അത് വിട്ടുകള. എന്തായാലും ഞാൻ പറയാൻ വന്ന കാര്യം, ഈ 19 വർഷം മുൻപ് അന്ന് റെമിജിയോസ് ഇഞ്ചനാനിയൽ ബിഷപ്പിനെ അതല്ല ഷിജു ഖാൻ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമായി അല്ലല്ല അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ തിരുത്താതിരുന്നത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് കിറ്റ് കൊടുക്കുന്നത്. സ്ഥലകാലബോധമില്ലാത്ത ഒരാളെ മീഡിയ അവൻ ചർച്ചയ്ക്ക് വിളിക്കുമോ? ക്രോണോളജി സഞ്ജയ് എന്നാണ് അദ്ദേഹം പറഞ്ഞുള്ളത്. താങ്കളുടെ ഉദ്ദേശം കേസാണ്. പറയൂ ആനന്ദ് പ്ലീസ്. അല്ലല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പദം ഉപയോഗിക്കാം, നിങ്ങൾക്ക് തോന്നുന്ന പോലെ പറയാം, നിങ്ങൾക്ക് ചർച്ച വന്നിരുന്നവരെ പിന്നെ അസഭ്യം പറയാം. ശ്രീ ആനന്ദ് കൊച്ചുകൂടി അങ്ങ് പറഞ്ഞോളൂ, കാര്യം ഈ ചർച്ചയിൽ ഉത്തരവില്ലാത്തതുകൊണ്ട് അത് അസഭ്യമൊന്നുമില്ല ശ്രീ ഷിജു ഖാൻ. സ്ഥലകാലബോധമില്ലാതെ പറയുന്നു ആരും അസഭ്യം പറഞ്ഞിട്ടില്ല. ക്രോണോളജി തെറ്റിപ്പോയി. അതുകൊണ്ടാണ് കിറ്റ് കൊടുക്കുന്നതിന് മുമ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചത്, കിറ്റ് കൊടുത്തതിന് ശേഷമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും ജയിച്ചത്. അത് ഒന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആനന്ദ് കൊച്ചുടി ചെയ്തത്. ആനന്ദ് കൊച്ചുടി തുടരും പ്ലീസ്, സമയമില്ല. അല്ല, 21 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. അതിനു മുമ്പാണല്ലോ കിറ്റ് കൊടുത്തത്, കോവിഡ് വരുന്നത്. അത് ഓർമ്മിച്ചു, അത്രേ ഉള്ളൂ. അതിന് പിടിക്കല സമയമില്ലാത്തതുകൊണ്ട് അത് വിടൂ പ്ലീസ്. കൊച്ചുകൂടി വിലയിരുത്തണ്ട. 2005 മത്തായി ചാക്കോയുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയലിനെ അദ്ദേഹം നികൃഷ്ട ജീവി എന്ന് വിളിച്ച് പിണറായി വിജയൻ അന്ന് പാർട്ടി സെക്രട്ടറിയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അന്ന് CPM എന്ന പാർട്ടി ഇവിടെ വിവിധ സമുദായങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് ഭരിക്കുന്ന ഒരു പാർട്ടി ആയിരുന്നില്ല. അന്ന് CPM എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് കാഡറുകൾ ഉണ്ടായിരുന്നു. ആ കാഡറുകൾ കമ്മ്യൂണിസ്റ്റുകളായിരുന്നു. അവർ ക്രൈസ്തവ കമ്മ്യൂണിസ്റ്റുകളോ ഹിന്ദു കമ്മ്യൂണിസ്റ്റുകളോ മുസ്ലിം കമ്മ്യൂണിസ്റ്റുകളോ ആയിരുന്നില്ല. ചിലരൊക്കെ തലയിൽ മുണ്ടിട്ട് പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോകുമായിരുന്നിരിക്കും. പക്ഷെ അന്ന് ഈ പാർട്ടിക്ക് അവരുടെ ഐഡിയോളജി പ്രത്യയശാസ്ത്രത്തിൽ കുറച്ചുകൂടി ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പിണറായി വിജയൻ ഇങ്ങനെ ഒരു ബിഷപ്പിനെ വിവരദോഷി എന്നൊക്കെ പറയുമ്പോൾ അത് എന്തൊക്കെയായാലും ഇടത് സഹയാത്രികനായ ബിഷപ്പായിരുന്നാൽ പോലും അതിന് മറ്റ് പല പ്രശ്നങ്ങളുമുണ്ട് എന്ന് ഇവിടെ നമ്മൾ കാണണം. കാരണം ഇപ്പോൾ പണ്ട് കോൺഗ്രസ് ഒക്കെ എടുത്തിരുന്നത് പോലെ വിവിധ സമുദായങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് ഭരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ, കമ്മ്യൂണിസ്റ്റ് പേരിൽ മാത്രമുള്ള ഒരു സർക്കാരാണ് പിണറായി വിജയൻ നയിക്കുന്നത്. ഇവിടെ സമസ്തയിലെ തങ്ങളെയും വിവിധ ബിഷപ്പുമാരെയും ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന ഓമന പേരിട്ട് വിളിച്ചുകൊണ്ട് അതിൽ കൂടി വോട്ടുകൾ പിടിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുമ്പോൾ, ഇതുപോലെയുള്ള പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു അതിന് പല വിധത്തിലുള്ള റാമിഫിക്കേഷൻസ് എന്താണ് എന്ന് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ തന്നെയാണ് ആലോചിക്കേണ്ടത്. അത് തീ കൊളുത്തുന്നത് പോലെയുള്ള ഒരു കാര്യമാണ്. കാരണം അത് നാളെ അത് എങ്ങനെയൊക്കെ അതിന് പരിവർത്തനം സംഭവിക്കും. കാരണം ഇപ്പോൾ ഇന്ന് തന്നെ ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇവിടെ സമുദായങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ പിണറായി ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടിക്കോട്ടെ. അതായത് നാർക്കോട്ടിക് ജിഹാദ് സംബന്ധിച്ച് വിവാദ പരാമർശം നടത്തുന്ന പാലാ ബിഷപ്പിനെയും സർക്കാർ ചേർത്ത് പിടിക്കുന്നു. ആ നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിനെതിരെ പ്രതിഷേധിക്കുന്ന സമസ്തയുടെ ജിഫ്രി തങ്ങളെയും ചേർത്ത് പിടിക്കുന്നു. സംഘപരിവാറിനൊപ്പം BDJS എന്നൊരു പാർട്ടി ഉണ്ടാക്കി സ്വന്തം മകനായ നേതാവാക്കിയ വെള്ളാപ്പള്ളി നടേശനെയും ചേർത്ത് പിടിക്കുന്നു. ഇത് തീകൊണ്ടുള്ള കളിയാണെന്നാണോ പറയുന്നത്? അജിംസ്, ഒരു കാര്യം നമ്മൾ നോക്കണം. ഇവിടെ ഹുസൈൻ മടവൂർ എന്നൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം നവോത്ഥാന സദസ്സിന്റെ വൈസ് ചെയർമാൻ പദവി, വൈസ് പ്രസിഡന്റ് പദവി അദ്ദേഹം രാജിവെക്കുകയാണെന്ന് പറഞ്ഞ് അതിൻ്റെ പ്രസിഡന്റാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ഇതേ ഹുസൈൻ മടവൂർ ഇവിടെ ഈ നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് പൗരപ്രമുഖരുടെ ഒരു മീറ്റിങ്ങിൽ പിണറായി വിജയനോട് പൂഞ്ഞാറിൽ നടന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഇതുപോലെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇരിക്കാൻ പറഞ്ഞ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപിച്ച മുഖ്യമന്ത്രിയാണ് ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ ഈ ബിഷപ്പിനെതിരെ ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന നടത്തിയത്. ഈ മുഖ്യമന്ത്രിയുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഇടതുമായിട്ട് നല്ല ബന്ധത്തിലുള്ള ഇതുപോലെയുള്ള പൗരപ്രമുഖരും സാമുദായിക നേതാക്കളെയൊക്കെ അദ്ദേഹത്തിന് എന്ത് പദവും ഇട്ട് വിളിക്കാമെന്നാണ്.
അവരൊക്കെ എക്സ്പെൻഡബിൾ ആണ്. എന്നാൽ ഇപ്പോൾ മറ്റു ചിലരോട് അദ്ദേഹം വേറൊരു രീതിയിലാണ്. ഇപ്പോൾ പാലാ ബിഷപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ജിഫ്രി തങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹം മിണ്ടില്ല. അതിന് വേറെ കാര്യങ്ങളുണ്ട്, അതിൽ വേറെ അർത്ഥങ്ങളുണ്ട്. ഞാൻ അത് മുഴുവൻ ഇവിടെ പറയുന്നില്ല. പക്ഷേ ഇവിടെ എന്താണ് ഈ സമസ്ത അവരുടെ പത്രത്തിലെടുത്ത നിലപാടിനെ കുറിച്ച് ഇവിടെ പിണറായി വിജയൻ എന്തെങ്കിലും പറയുമെന്ന് അജിംസ് കരുതുന്നുണ്ടോ? ഇവിടെ കഴിഞ്ഞ ദിവസം MK മുനീർ മുസ്ലിം ലീഗിന്റെ നേതാവ് പറഞ്ഞത് എന്താണ്? മുസ്ലിം പ്രീണനം നടത്തുകയാണെന്ന്. മുസ്ലിം ലീഗിന് വേണ്ടാത്ത, മുസ്ലിം ലീഗിന് പോലും പ്രീണനമാണെന്ന് തോന്നുന്ന വിധത്തിൽ എന്തിനായിരിക്കാം ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇവിടെ പ്രീണനം ഞാൻ കോട്സിൽ പറയാണ്. എന്തിനാണ് അങ്ങനെ ഒരു പ്രീണനം? ഇവിടെ 95-ൽ അബ്ദുൾ നാസർ മദനിയെ മഹാത്മാഗാന്ധിയോട് ഉപമിച്ച EMSനെ പാർട്ടി തിരുത്തിയിട്ടുണ്ട്. ഷിജു ഖാന് പാർട്ടിയെക്കുറിച്ച് അത്രയുമെങ്കിലും അറിയാമായിരിക്കും. അന്ന് EMSനെ തിരുത്തിയ പാർട്ടി ഇപ്പോൾ പിണറായി വിജയനെ തിരുത്താൻ ധൈര്യമുണ്ടോ ഈ പാർട്ടിക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്? അങ്ങനെ തിരുത്താൻ പറ്റിയില്ലെങ്കിൽ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പേരിലെങ്കിലും കൊണ്ടു നടന്നിട്ട് എന്ത് കാര്യം? ശരി, ശ്രീ വസന്ത്, എൻ്റെ ഒരു പ്രശ്നം ഈ നമ്മൾ മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഈ സിവിൽ സൊസൈറ്റിയുടെ അഭാവം ദൃശ്യമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം ഈ വോട്ടെണ്ണി കൊണ്ടുവന്നപ്പോൾ മരിച്ചുപോയ BRP ഭാസ്കർ എന്നൊരു മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം 1ാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തൊരു മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹത്തെ ഈ പറയുന്ന CPM പശ്ചാത്തലമുള്ള ചില മാധ്യമപ്രവർത്തകർ പരസ്യമായി അധിക്ഷേപിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം വ്യാപകമായി ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തന്നെ സങ്കടം തോന്നിയിട്ടുണ്ട് അത് കണ്ടിട്ട്. കാരണം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ സർക്കാരിനെ വിമർശിക്കുന്നു എന്നൊരൊറ്റ കാരണത്താൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പ്രതിപക്ഷം ഈ സിവിൽ സൊസൈറ്റിയെ നിലനിർത്താൻ, ജീവൻ വെപ്പിക്കാൻ എന്താണ് ചെയ്തത്? ഒരാൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിച്ചിട്ടില്ല ഇതുവരെ. അല്ല ശ്രീ അജിംസ്, അത് അങ്ങയുടെ തെറ്റിദ്ധാരണയാണ്. കാര്യം ഈ വിഷയത്തിലടക്കം വളരെ കൃത്യമായി പ്രതിപക്ഷ നേതാവും കേരളത്തിലെ PCCയുടെ അധ്യക്ഷനും കോൺഗ്രസും ഒക്കെ വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് ശ്രീ MD വാസുദേവൻ നായരുടെ പ്രശ്നമുണ്ടാകുമ്പോൾ പോലും. ഇപ്പം അങ്ങ് BRP ഭാസ്കറിനെ പറ്റി പറയുന്നു. അദ്ദേഹം കേരളത്തിലെ എന്താ പറയുന്നത് അസാധാരണ പ്രതിഭയായ ഒരു മാധ്യമപ്രവർത്തകനാണ്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ MTയെ പോലും കടന്നാക്രമിച്ച ഒരു കടന്നൽ കൂട്ടമാണിവർ. MTയെ പോലും വെറുതെ വിടാതെ പുറകെ നടന്ന് അസഭ്യവും പുലഭ്യവും പറയാൻ കൊള്ളാത്ത രീതിയിൽ പറഞ്ഞ് നടന്ന, അതായത് സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ സംഘപരിവാർ എങ്ങനെ ഈ നമ്മുടെ ഗൗരി ലങ്കേഷിന്റെ ഇടനെഞ്ചിലേക്ക് ഒരു തവണയാണ് വെടിവെക്കുന്നതെങ്കിൽ വിമർശിച്ച ഗൗരി ലങ്കേഷിനെ, പൻസാരയെ ഒക്കെ 1-2 തവണ വെടിവെച്ച് കൊല്ലുമ്പോൾ ഇടതുപക്ഷം എന്താണ് ചെയ്യുന്നത്? അവരെ വിമർശിക്കുന്നവരെ സൈബർ വെട്ടുകിളിക്കൂട്ടം വളർന്നാക്രമിച്ച് കൊത്തി കൊല്ലുകയാണ്. ഒരു തവണ വെടിവെക്കുന്ന സംഘപരിവാർ ഇപ്പുറത്ത് പലതവണ ആക്രമിച്ച് കൊല ചെയ്യുന്നവരാണ് ഇവർ രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഒരു മിനിറ്റ്, ഡോക്ടർ ഷിജു ഖാൻ പറയുകയാണ്, ചിലർ ഈ രീതിയിലൊക്കെ വിമർശിക്കാമോ? ഈ രീതിയിലാണോ പറയേണ്ടത്? അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞ ട്രാക്ക് റെക്കോർഡുള്ള ഒരു പുരോഹിതൻ ഇങ്ങനെ വിമർശിക്കാമോ? ഡോക്ടർ ഷിജു ഖാൻ, അങ്ങേക്ക് 20 വർഷത്തെ പരിചയമൊക്കെ കുർലോസ് പിതാവുമായിട്ടുണ്ടാവും, നല്ല കാര്യം. ഞങ്ങൾക്കൊന്നും 20 വർഷത്തെ ഉണ്ടാവില്ല. പക്ഷേ കൂർലോസ് പിതാവോ വസന്ത് തെങ്ങുപള്ളിയോ അജിംസോ ആനന്ദ് കൊച്ചുകൂടിയോ മറിയക്കുട്ടിച്ചാടത്തിയോ ഒക്കെ ഏതറ്റം വരെ വിമർശിക്കണമെന്നും ഏത് ഭാഷയിൽ വിമർശിക്കണമെന്നും ഏത് മീറ്ററിൽ വിമർശിക്കണമെന്നുമുള്ള സ്കെയില് AKG സെന്ററിൽ വെച്ചിട്ട് നിങ്ങൾ മനപ്പായസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ AKG സെന്ററിൽ തന്നെ എടുത്തു വെച്ചാൽ മതി. കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പുറത്തേക്ക് എടുക്കാൻ നിൽക്കണ്ട. അപ്പൊ നിങ്ങളാണോ തീരുമാനിക്കുന്നത്? സഭ എങ്ങനെ വിമർശിക്കണം, പ്രതിപക്ഷം എങ്ങനെ വിമർശിക്കണം, എഴുത്തുകാർ എങ്ങനെ വിമർശിക്കണം, സിവിൽ സൊസൈറ്റി എങ്ങനെ വിമർശിക്കണം? ഈ അളവിൽ ഇത്ര മീറ്ററിൽ മഴ പെയ്താൽ മതി എന്ന് പറയുന്ന പോലെ ഇത്ര മീറ്ററിൽ വിമർശനം മതി എന്നുള്ള ഒരു സ്കെയിൽ ഉണ്ടെങ്കിൽ അത് AKG സെന്ററിൽ തന്നെ ഇരിക്കൂ. കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് എടുക്കാൻ നിൽക്കണ്ട എന്നുള്ളതാണ്. രണ്ടാമതായി അദ്ദേഹം ഇപ്പൊ ഒരു കാര്യം കൂടി ശ്രീ അജിംസ്, ഞാൻ കംപ്ലീറ്റ് ചെയ്യണോ പ്ലീസ്? ഒറ്റ മിനിറ്റ്. അദ്ദേഹം പറഞ്ഞ, ഞാൻ വിചാരിക്കുന്നത് പിണറായി വിജയന് ഡോക്ടർ ഷിജു ഖാന്റെ ക്ലാസ് കൊടുക്കണം. ഷിജു ഖാൻ എത്ര വൃത്തിയായാണ് ചില കാര്യങ്ങളോട് പിണറായി വിജയനെക്കാട്ടിലും നല്ലപോലെ പറഞ്ഞത്. അപ്പോൾ പിണറായി വിജയന് ഷിജു ഖാന്റെ ക്ലാസ് കൊടുത്താൽ നന്നാവും. പിന്നെ ഒരു കാര്യം, ഇങ്ങനെ പറഞ്ഞാണ് നിങ്ങൾ ചരിത്രത്തിൽ ഒരിടത്തുമില്ലാത്ത രീതിയിൽ 10 സീറ്റുകളിൽ 1 ലക്ഷം വോട്ടിനാണ് ഈ പ്രാവശ്യം തോറ്റത്. 10 സീറ്റുകളിൽ 1 ലക്ഷം വോട്ടിനാണ് തോറ്റത്. നിങ്ങൾക്ക് കപ്പിത്താൻ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ സുഖമുണ്ടാവും. പിണറായി വിജയൻ കപ്പിത്താൻ അല്ല ഷിജു ഖാനെ, അത് തോൽവിത്താനാണ് എന്ന് വീണ്ടും ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു സർക്കാർ വിമർശനങ്ങൾ കേൾക്കണം. വിമർശനങ്ങൾ കേൾക്കാതെ ഒരു സർക്കാർ പോകുന്നുണ്ടെങ്കിൽ
അതെന്തായി മാറുമെന്നുള്ളൊരു ഉദാഹരണമാണ് കേന്ദ്രത്തിൽ ഉള്ള ഒരു പ്രധാനമന്ത്രി, കേന്ദ്രത്തിലുള്ള ഒരു സർക്കാർ. അവിടെ നോക്കിയിട്ടെങ്കിലും നമ്മൾ ഈ വിമർശനങ്ങളെ കേൾക്കാനും അതിന് സഹിഷ്ണുതയോടെ കേൾക്കാനും തയ്യാറാവണ്ടേ ഷിജു ഖാൻ? അജിംസ, ഇപ്പോൾ ഒരു രാഷ്ട്രീയ വിമർശനമോ അല്ലെങ്കിൽ സാമൂഹ്യ വിമർശനമോ ഇവിടെ സമൂഹത്തിൽ ഉയർന്നു വരും. അങ്ങനെ ഏതെങ്കിലും ഒരു വിമർശനത്തെ വേണ്ടെന്നോ അല്ലെങ്കിൽ ആ വിമർശനങ്ങളെ അസഹിഷ്ണുതയോടെ കാണണമെന്നോ ഉള്ള നിലപാടൊന്നും ഇടതുപക്ഷത്തിനില്ല. രണ്ടാമത്തേത്, തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു. ആ പരാജയത്തിന് ഉള്ള കാരണങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കും. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും അക്കാര്യങ്ങളെ തുറന്ന മനസ്സോടുകൂടി കാണും. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസ് തിരുമേനിയുടെ ആ അഭിപ്രായത്തെയും അതിനോടുള്ള പ്രതികരണത്തെയും നമ്മൾ അങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത്. പക്ഷേ ഇവിടെ ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ടായി. ഗീവർഗീസ് മാർ കുർലോസ് തിരുമേനി പോലും മനസ്സിൽ കാണാത്ത വ്യാഖ്യാനങ്ങളിലേക്കാണ് ഈ ആനന്ദ് കൊച്ചുകുടിയെ പോലുള്ള ആളുകൾ എത്തി നിൽക്കുന്നത്. വിഷമാണ് അദ്ദേഹം പ്രസരിപ്പിക്കുന്നത്. ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഗീവർഗീസ് കുർലോസ് തിരുമേനിയുടെയും ആ പ്രതികരണങ്ങളെ എടുത്ത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആനന്ദ് കൊച്ചുകുടി അതൊക്കെ കടന്നുപോയി. അജിംസെ, വംശീയമായി പോലും ഇത്തരം കേരളീയ സമൂഹത്തെ മലീനസമാക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഈ ആനന്ദ് കൊച്ചുകുടി. വംശീയമായിട്ടുള്ള നിലപാടുകളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രീണനമാണ് ഇവിടെ നടത്തുന്നതെന്ന് പറഞ്ഞു. ആരോടാണ് പ്രീണനം? ആനന്ദ് കൊച്ചുകുടി എന്താണ് പ്രീണനം? ആർഎസ്എസിന്റെ വാദമല്ലേ? അല്ലെന്നേ, അല്ലല്ല അജിംസെ, അല്ല അജിംസെ, കേൾക്കൂ അജിംസെ. അല്ല, ആനന്ദ് കൊച്ചുകൂടി എന്ന് പറയുന്ന അല്ല, ഞാൻ അദ്ദേഹത്തെയും ദീർഘകാലമായി നിരീക്ഷിക്കുന്നുണ്ടല്ലോ അജിംസെ. അതായത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇവിടെ RSSന്റെ വാദങ്ങളാണ് ഈ ചർച്ചയുടെ ഉപോത്പലകമായി ആനന്ദ് കൊച്ചുകൂടി സമർത്ഥിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അജിംസ് ചിന്തിക്കേണ്ട ഒരു കാര്യം, ആനന്ദ് കൊച്ചുകൂടിയൊക്കെ RSSന്റെ നാവാണ്. ഒരു വിഷയത്തിൽ ഒരു പുരോഹിതനും മുഖ്യമന്ത്രിയും നടത്തുന്ന അത്തരം ഒരു അഭിപ്രായങ്ങളെ, ഒരു സംവാദത്തെ RSSന് വേണ്ടിയാണ് ആനന്ദ് കൊച്ചുകൂടി റഫർ ചെയ്യുന്നത്. ഇതല്ലേ ഇവിടെ സംഭവിക്കുന്നത്? ഏതോ ഒരു പ്രത്യേക സമുദായത്തോട് പ്രീണനം നടത്തുന്നു, അതല്ലെങ്കിൽ അപ്രകാരമുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു. വിഷമാണ് ഈ ആനന്ദ് കൊച്ചുകൂടിയെ പോലുള്ള ആളുകൾ പിന്നെ വിതച്ചുകൊണ്ടിരിക്കുന്നത്. ശക്തമായി ഞാൻ അദ്ദേഹത്തോട് വിയോജിക്കുകയാണ്. നിങ്ങൾ ആനന്ദിനെ, എനിക്ക് ആനന്ദ് കൊച്ചുകൂടിയെ അറിയാമല്ലോ, ഞാൻ ആനന്ദ് കൊച്ചുകൂടിയെ എനിക്കറിയാം. അദ്ദേഹം ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളെ കുറിച്ച് പറയുക. ചർച്ചയിൽ ആനന്ദ് കൊച്ചുകൂടി ഞങ്ങളൊക്കെ എത്ര ഇവിടെ ബസന്ത് പറഞ്ഞല്ലോ, എനിക്ക് കോൺഗ്രസിനോട് രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ആനന്ദ് കൊച്ചുകൂടിയെ പോലുള്ളവർ ഈ ചർച്ചകളെയൊക്കെ അങ്ങേയറ്റം മലിനപ്പെടുത്തി. നിങ്ങൾ നിൽക്കൂ, ഞാൻ പറഞ്ഞു തീർന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ ഇപ്പൊ വാസ്തവത്തിൽ ഇത്തരം ചർച്ചകളിൽ ഒരു മുസ്ലിം വിരുദ്ധത എങ്ങനെ സാധിക്കുമെന്നാണ് ഇവരെ പോലുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പരിതാപകരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. സാമൂഹിക മാധ്യമങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രീണനം എന്ന വാക്ക് വെച്ച് തന്നെ CPM മെമ്പർമാരായ അങ്ങ് പറഞ്ഞതാണ്. ആനന്ദ് പറയുമ്പോൾ അത് വംശീയതയും CPM പാർട്ടി കേഡേഴ്സ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നേ, അത് നമ്മൾ കാണുന്നുണ്ട്. അല്ലേ അജിംസെ? അല്ലല്ല, നിങ്ങളും ചോദിച്ചല്ലേ ആരോടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏത് സമുദായത്തെ പ്രീണിപ്പിച്ചു? അജിംസ് പറ, ഏത് സമുദായത്തെ പ്രീണിപ്പിച്ചു? മീഡിയാവണല്ല പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശന നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനാണ്. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുമോ ആരെയാ പ്രീണിപ്പിച്ചതെന്ന് ചോദിക്കാൻ ധൈര്യമുണ്ടോ? CPM പിണറായിക്ക് ധൈര്യമുണ്ടോ? ഡോക്ടർ ഷിജു ഖാൻ ധൈര്യമുണ്ടോ? അല്ല, ചോദിക്കുക. നിങ്ങൾ ചോദിക്കൂ. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, നിങ്ങൾ ചോദിക്കോ ഷിജു ഖാൻ? എന്നോട് ഈ ചോദിക്കുന്നത് പോലെ നിങ്ങൾ വെള്ളാപ്പള്ളി നടേശനോട് ചോദിക്കോ? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാലും ഏത് സമുദായ സംഘടനാ നേതാവ് പറഞ്ഞാലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ മതങ്ങളെയും എല്ലാ സമുദായങ്ങളെയും കേൾക്കുന്നില്ലല്ലോ. അല്ല, ഇവിടെ ഒരു അഭിപ്രായം ഉയർന്നു വന്നാൽ ആ അഭിപ്രായത്തോട് വിയോജിച്ച് നിങ്ങൾ സോഷ്യൽ മീഡിയയെ കുറിച്ച് എന്റെ അജിംസ്, നിങ്ങൾ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ എല്ലായ്പ്പോഴും ഇടതുപക്ഷത്തെ ആക്ഷേപിക്കാറുണ്ടല്ലോ, വിമർശിക്കാറുണ്ടല്ലോ, വേട്ടയാടാറുണ്ടല്ലോ. അതിന് ജനാധിപത്യ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടല്ലോ.
ഞങ്ങൾ അജിംസ് എന്നെ ഒരു ചർച്ചയിൽ വിമർശിച്ചു എന്ന് കരുതി എനിക്ക് പ്രതികരിക്കാനുണ്ട്, എനിക്ക് അഭിപ്രായമുണ്ട്. ഞങ്ങൾ അഭിപ്രായം പറയരുതെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. പിന്നെ കോൺഗ്രസിന്റെ നേതാവിനോട് ഒരു പ്രതികരണം കൂടി. ഇപ്പോൾ ഇന്ത്യ കൂട്ടായ്മയൊക്കെ രാജ്യത്ത് വളർന്നു വരുന്ന സാഹചര്യത്തിൽ ബസന്ത് അഭിപ്രായം പറയുമ്പോൾ പ്രത്യേകിച്ച് നിയന്ത്രണമൊന്നുമില്ലെങ്കിലും ഞാൻ പറയുമ്പോൾ മിതത്വം പാലിക്കണം. പക്ഷേ ഇടതുപക്ഷം ഇത്ര സീറ്റുകളിലേക്ക് പരിമിതപ്പെട്ടു എന്ന് പറഞ്ഞാൽ 450 അംഗങ്ങൾ ഉണ്ടായിരുന്നു, 543 അംഗ പാർലമെന്റ് ഇന്ത്യയിലെ കോൺഗ്രസിന് അടക്കം. അവർ പിന്നീട് 52ലേക്കും 50ലേക്കും പോയില്ലേ? അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന പരാജയമോ വിജയമോ അടിസ്ഥാനപ്പെടുത്തി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രസക്തിയെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല. ഏതായാലും തിരുത്തൽ വരുത്തും ജനവിധി ഒരു മുന്നറിയിപ്പാണെന്ന് പറഞ്ഞത് പാർട്ടി സെക്രട്ടറി ആയതെന്ന് മാത്രമാണ് ഈ ചോദ്യമുള്ളത്. വളരെ നന്ദി ശ്രീ വസന്ത് സിറിയക്, ഷിജു ഖാൻ, ആനന്ദ് കൊച്ചുകൂടി ഇത്രയും സംസാരിച്ചു.